അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്തം ബിലാ അദദ് ബാഖിയതൻ ഇലൽ അബദ്. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകളെ, ബഹുമാന്യനായ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് അടക്കമുള്ള ജനപ്രതിനിധികളെ, വേദിയിലിരിക്കുന്ന സമുദായ നേതാക്കളെ, സന്നദ്ധ സേവകരെ, സാംസ്കാരിക പ്രവർത്തകരെ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന സഹോദരികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈത്തുസ് സക്കാത്ത് കേരള സംഘടിപ്പിക്കുന്ന 20 ദിവസത്തെ ഒരു ക്യാമ്പയിൻ ജനുവരി 20 മുതൽ ഫെബ്രുവരി 10 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ക്യാമ്പയിൻ്റെ തലക്കെട്ട് ബൈത്തുസ് സക്കാത്ത് കേരള ജീവിതങ്ങൾക്ക് നിറം നൽകുന്നു എന്നതാണ്. ഈ ക്യാമ്പയിനിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അള്ളാഹുവിൻ്റെ മലക്കുകളെ സാക്ഷി നിർത്തി, നിങ്ങളെ ഏവരെയും സാക്ഷി നിർത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർവഹിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത 20 ദിവസം കേരളത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നടക്കാൻ പോകുന്ന വിശാലമായ ഒരു ക്യാമ്പയിനിൻ്റെ ഏറ്റവും ലളിതമായ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഞാൻ വിചാരിക്കുന്നത് ഈ സന്ദേശം കേരളീയ ജനതയിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കും എന്നാണ്. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പരിശ്രമിക്കും എന്നാണ്. ബൈത്തുസ് സക്കാത്ത് കേരള 4 നൂറ്റാണ്ട് മുമ്പ് രൂപീകൃതമായിട്ടുള്ള സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു സക്കാത്ത് സേവന വിതരണ സംവിധാനമാണ്. ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സക്കാത്ത് ശേഖരണത്തിനായും വിതരണത്തിനായും വളരെ സുതാര്യമായി ട്രാൻസ്പെറൻ്റായി കഴിഞ്ഞ 25 വർഷക്കാലം ഇത് പ്രവർത്തിച്ചു വന്നു. ഏതാനും നൂറുകളായിരുന്നു ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആദ്യ ഘട്ടത്തിലെങ്കിൽ 2025 ഇതിൻ്റെ ഗുണഭോക്താക്കൾ 5000-ലധികം വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1500-ലധികം പേർക്ക് ചികിത്സക്കുള്ള സഹായം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാത്രം. 400-ലധികം പേർക്ക് വീടിനുള്ള സഹായം നൽകിയിട്ടുണ്ട്.
മുഴുവൻ വീട് നിർമ്മിച്ചു നൽകിയതുണ്ട്, പൂർത്തീകരിക്കാൻ പണം നൽകിയതുണ്ട്, കേടുപാടുകൾ തീർക്കാൻ പണം നൽകിയതുണ്ട്. 400-ലധികം കുടുംബങ്ങൾക്ക്, 100 കണക്കിന് പേർക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. 50-ലധികം കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പേർക്ക് തൊഴിൽ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിതങ്ങൾക്ക് നിറം നൽകുന്ന, നിറം പകരുന്ന ഒരു പ്രസ്ഥാനമായി ബൈത്തുസ് സക്കാത്ത് കേരള വികസിച്ചു വന്നിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം, ആഹ്ലാദപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനെ കൂടി നിയോഗിക്കുകയാണ്. മനുഷ്യനെ അല്ലാഹുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് നിയോഗിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞത് വസ്തഅ്മറകും ഫീഹ, നിങ്ങളെ അവിടെ ഭരമേൽപ്പിക്കുന്നു. എന്തിന്? അവിടെ നാഗരികതകളും സംസ്കാരങ്ങളും പടുത്തുയർത്തുവാൻ. എല്ലാ സൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിലും മനുഷ്യന് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ, ചില ഗ്യാപ്പുകൾ, ചില വിടവുകൾ ഇവിടെയുണ്ട്. അത് മനുഷ്യനാണ് പൂർത്തീകരിക്കേണ്ടത്. ഇവിടെ നാഗരികതകൾ കെട്ടിപ്പടുക്കുക, സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുക, പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക, ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, കലയും സംസ്കാരവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, എഴുതുക, രചിക്കുക, കഥകൾ, കവിതകൾ, അങ്ങനെ മനുഷ്യജീവിതം പുഷ്കലമാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനാണ്. അതിനാണ് പറഞ്ഞിട്ടുള്ളത് വസ്തഅ്മറകും ഫീഹ ഇമാറത്തുൽ അർദ്. ഇതുപോലെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരം നൽകിയിട്ടുണ്ട്, മനസ്സ് നൽകിയിട്ടുണ്ട്, ആത്മാവ് നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു നൽകിയതാണ്. പക്ഷേ അതിലും മനുഷ്യന് സ്വയം വികസിപ്പിച്ചെടുക്കേണ്ടുന്ന സാധ്യതകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ്. സ്വയം അധ്വാനിച്ച് ശരീരത്തിന് കൂടുതൽ ശക്തി നേടാം. സ്വയം അധ്വാനിച്ച് ധാരാളക്കണക്കിന് അറിവ് നേടാം. അധ്വാനിച്ച് തൻ്റെ കഴിവുകൾ, സ്കില്ലുകൾ പരിപോഷിപ്പിക്കാം. അധ്വാനിച്ച് ബുദ്ധി കൂർമ്മത വർദ്ധിപ്പിക്കാം. സ്വയം അധ്വാനിച്ച് തൻ്റെ ആത്മീയ ശക്തിയെ പുഷ്ടിപ്പെടുത്തി മനുഷ്യൻ്റെ വിധാനത്തിൽ നിന്ന് മലക്കിൻ്റെ വിധാനത്തിലേക്കുള്ള ഉയർച്ച ഉറപ്പാക്കാം. ആ സാധ്യതകൾ ഓരോ മനുഷ്യനും ഇവിടെ ലഭ്യമാണ്. ഇതുപോലെ മനുഷ്യ സമൂഹത്തെ അല്ലാഹു സൃഷ്ടിച്ചു. ആ മനുഷ്യ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്ന ഒരു വാക്യമുണ്ട്, ഇന്ന സഅയക്കും ലശത്താ, നിങ്ങളുടെ പരിശ്രമങ്ങളും നിങ്ങളുടെ പരിശ്രമ ഫലങ്ങളും വ്യത്യസ്തങ്ങളാണ് എന്നതാണ് അല്ലാഹു നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം. നിങ്ങൾ മനുഷ്യ സമൂഹത്തിലേക്ക് നോക്കൂ.
മനുഷ്യ സമൂഹത്തെ നിങ്ങൾ ഒരേ വിധാനത്തിൽ കാണാൻ കഴിയുകയില്ല. വ്യത്യസ്ത വിധാനങ്ങളിലേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ചില ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ചിലർ ദുർബലരായിരിക്കും. ചില ആളുകൾക്ക് വലിയ വൈജ്ഞാനിക ശക്തിയും ബുദ്ധികൂർമ്മതയുമുണ്ട്, വേറെ ചില ആളുകൾ വൈജ്ഞാനികമായി സാധാരണ നിലയിലായിരിക്കും. ചില ആളുകൾക്ക് അന്വേഷണ ബുദ്ധി വളരെ കൂടുതലാണ്, ചില ആളുകൾക്ക് അന്വേഷണ ബുദ്ധി അത്ര ഉണ്ടാവില്ല. ചില ആളുകൾക്ക് സാമ്പത്തിക ശേഷി വളരെ കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് അതുണ്ടാവുകയില്ല. ഇത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു സവിശേഷതയാണ്. ഇന്ന സഅയക്കും ലശത്ത. ഈ വസ്തുത പറയാൻ വേണ്ടി ഖുർആൻ 2 ഉദാഹരണ ജോഡികൾ എടുത്തുകൊണ്ടുവരുന്നുണ്ട്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല. രാവും പകലുമാണ് ഒരു ഉദാഹരണ ജോഡി. രാവും പകലും പരസ്പര വിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അവ പരസ്പര പൂരകങ്ങളാണ്. രാവില്ലാതെ പകലിനൊരർത്ഥവുമില്ല, പകലില്ലാതെ രാവിനും ഒരർത്ഥവുമില്ല. പകൽ പരിശ്രമിക്കാനുള്ളതാണ്, രാത്രി വിശ്രമിക്കാനുള്ളതാണ്. പകൽ ബഹളമയമാണ്, രാത്രി ശാന്തമാണ്. പക്ഷേ ആ രാപ്പകലുകളുടെ പാരസ്പര്യമാണ് മനുഷ്യ ജീവിതത്തെ ഇവിടെ നിലനിർത്തുന്നത്. രണ്ടാമത്തെ ഉദാഹരണ ജോഡി വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. പുരുഷൻ സ്ത്രീ എന്നീ 2 ജോഡികളാണ്. പുരുഷൻ അവൻ്റെ വിരൽ തുമ്പ് വരെ പുരുഷനാണ്, സ്ത്രീ അവളുടെ വിരൽ തുമ്പ് വരെ സ്ത്രീയും. എന്നാൽ ആ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പാരസ്പര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുഖകരമായ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്, വൈരുദ്ധ്യങ്ങളെന്ന് തോന്നാവുന്ന വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിൻ്റെ യുക്തി മാത്രമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരുണ്ടാകും, ദരിദ്രരുമുണ്ടാകും. നിങ്ങൾ മലപ്പുറം ജില്ലയിലാണ് ജീവിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ പ്രത്യേകത തന്നെ മലകളും കുന്നുകളും താഴ്വാരങ്ങളും പാടങ്ങളും നദീതടങ്ങളും നിറഞ്ഞതാണ് മലപ്പുറം ജില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ല ഫലഭൂയിഷ്ഠമായ ഒരു ജില്ലയാണ്. മലകളിൽ പെയ്യുന്ന മഴ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുന്നു. മഴ പെയ്യുമ്പോൾ ധാരാളമായി ഇറങ്ങുന്നു. മഴ പെയ്യാത്തപ്പോൾ മലകൾ കുടിച്ചു വച്ചിട്ടുള്ള വെള്ളം അല്പാൽപമായി താഴേക്ക് കൊണ്ടുവരുന്നു. ഇതുകൊണ്ടാണ് മലപ്പുറം ജില്ലയും കേരളവും ഒക്കെ ഫലഭൂയിഷ്ഠമായി നിൽക്കുന്നത്. അപ്പോൾ ഉയർന്ന തലങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങണം. സമ്പത്തും ഇങ്ങനെ തന്നെയാണ്. സമ്പത്തുള്ളവരുണ്ടാകും, സമ്പത്തില്ലാത്തവരിലേക്ക് സമ്പത്ത് ഇറങ്ങി വരുന്നതിനുള്ള ചാലുകൾ വെട്ടിത്തെളിയിക്കണം. അതിനുള്ള പ്രചോദനങ്ങൾ ഉണ്ടാകണം, പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം. ആ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും വഴി സമ്പത്ത് ദരിദ്രരായ ആളുകളിലേക്ക് ഇറങ്ങി വരണം. ഇതാണ് സ്വാഭാവികമായ സമത്വത്തിലേക്കുള്ള രീതി എന്ന് പറയുന്നത്. സക്കാത്തിന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. സക്കാത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ചത് മുതൽ തന്നെ ദരിദ്രരുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു. ദരിദ്രരുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു. ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം
വല്ലദീനഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂൻ ലിസ്സായിലി വൽ മഹ്റൂം. ചോദിക്കുന്നവനും ജീവിതമാർഗങ്ങൾ നിഷേധിക്കപ്പെട്ടവനും സമ്പന്നന്റെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് തന്നെ. ഹഖ്ഖും മഅലൂൻ, നിർണയമായ അവകാശമുണ്ട് എന്ന് തന്നെ ഖുർആനിൽ പറഞ്ഞു. എന്നാൽ സക്കാത്ത് എന്ന പദവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിർണിതമായ ഒരു സ്വഭാവത്തിൽ ഓരോ സന്ദർഭത്തിലും കൊടുത്തു തീർക്കേണ്ട അളവുകൾ നിശ്ചയിച്ചുകൊണ്ട് ഒരു നിയമം എന്ന സ്വഭാവത്തിൽ മക്കയിൽ അങ്ങനെ പറഞ്ഞിരുന്നില്ല. അതിൻ്റെ തത്വങ്ങൾ പറഞ്ഞു, പ്രചോദനങ്ങൾ നൽകി, ആളുകളുടെ മനോഭാവം സൃഷ്ടിക്കുവാൻ പരിശ്രമിച്ചു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സമ്പത്ത് ധനികരിൽ മാത്രം കിടന്നു തിരിയേണ്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആധുനിക കാലത്ത് ബിഗ് പ്ലെയേഴ്സ് എന്ന് പറയില്ലേ, വലിയ കളിക്കാർ, സമ്പത്തിൻ്റെ വൻ കളിക്കാരുണ്ട്. അവരുടെ ഇടയിൽ കിടന്നു തിരിയേണ്ടതല്ല ധനമെന്ന് പറയുന്നത്. ധനം താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടതാണ്. യുദ്ധത്തിന് ശേഷം ശേഷിക്കുന്ന മുതലുകൾ ആർക്ക് വിതരണം ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഖുർആനിൽ. യുദ്ധത്തിൽ പങ്കാളികളായവർക്ക് മാത്രമല്ല ധനം വിതരണം ചെയ്യേണ്ടത്. യുദ്ധത്തിന് ശേഷം അവശേഷിക്കുന്ന ധനം അത് ദരിദ്രർക്ക് നൽകണം, അനാഥർക്ക് നൽകണം, പാവപ്പെട്ടവർക്ക് നൽകണം, യാത്രക്കാർക്ക് നൽകണം എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തിനാണ് യുദ്ധാനന്തരം മുതൽ ഈ വിഭാഗം ആളുകളിലേക്ക് നൽകുന്നത് എന്ന് വിശദീകരിച്ച സമയത്ത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് കൈലാ യകൂന ദൂലതം ബൈനൽ അഗ്നിയാഇ മിൻകും. ഈ ധനമെന്ന് പറയുന്നത് നിങ്ങളുടെ ബിഗ് പ്ലെയേഴ്സിൻ്റെ ഇടക്ക് കിടന്ന് കറങ്ങേണ്ടതല്ല, അത് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടവരാണ്, ഇല്ലാത്തവരിലേക്ക് ഇറങ്ങി വരേണ്ടതാണ് എന്ന ഉജ്ജ്വലമായ ഒരു കാഴ്ചപ്പാട് സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത്. 1000 രൂപ നിങ്ങൾ എടുക്കൂ, 500 രൂപയുടെ 2 നോട്ട്. ഈ 2 നോട്ട് ഒരു മുതലാളിയുടെ കയ്യിൽ കിടക്കുന്നു. അതിൻ്റെ വാല്യൂ എത്രയാണ്? എന്നാൽ ആ 2 500ൻ്റെ നോട്ട് ദരിദ്രനായ ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ്റെ കയ്യിലെത്തുന്നു. അതിൻ്റെ വില എത്രയാണ്? റമദാനിൻ്റെ അവസാനത്തെ 10 നിങ്ങൾ കണ്ടിട്ടില്ലേ? മാർക്കറ്റ് മുഴുവൻ ചടുലമായിരിക്കും. കാരണം മുതലാളികളിൽ നിന്ന് തുച്ഛമാണെങ്കിലും ഒരു തുക പലവിധേനയും പാവപ്പെട്ടവരിൽ എത്തുന്നു. അവർ അതുകൊണ്ട് ചെരുപ്പ് വാങ്ങുന്നു, തുണിഷാപ്പിൽ കയറുന്നു, കൊച്ചു കൊച്ചു സാധനങ്ങൾ കുട്ടികൾക്കായി വാങ്ങുന്നു, അവർ അല്പം ഇറച്ചി വാങ്ങുന്നു, കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുന്നു. അങ്ങനെ സാമ്പത്തിക നില ചടുലമായി തീരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വൈലത്തൂരും തിരൂരും കാല് വെക്കാൻ ഇടവില്ലാത്ത വിധം മാർക്കറ്റ് തെങ്ങി നിറയുന്നത് നമ്മൾ കാണുന്നു. ഇതാണ് സമ്പത്തിൻ്റെ അവസ്ഥ. എപ്പോഴാണോ അത് ഉയർന്ന തലങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളിലേക്ക് എത്തുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്പദ്ഘടന ചടുലമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കാ ജീവിതത്തിൽ തന്നെ
പ്രവാചകന്റെ ഉമ്മത്തിനെ അറിയിച്ചത് ധനമില്ലാത്തവർക്ക് നൽകണമെന്ന്. എന്നാൽ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ, ഇസ്ലാം ഒരു സാമൂഹ്യ സംവിധാനമായി മാറിയപ്പോൾ, നേതൃത്വവും അനുയായികളും വന്നപ്പോൾ, ഒരു ചെറിയ ഭൂവിഭാഗത്തിൽ ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ വന്നപ്പോൾ, ഹിജ്റ 2-ാം വർഷം സക്കാത്ത് നിയമമായി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി നമസ്കാരം നിശ്ചയിച്ചു, മൂന്നാമതായി നോമ്പ് നിശ്ചയിച്ചു. സ്വലാത്തിൻ്റെയും നോമ്പിൻ്റെയും ഇടക്കാണ് സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. എപ്പോഴും ബഹുമാന്യനായ മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരത്തോടൊപ്പമാണ് സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം അല്ലാഹു പറഞ്ഞിട്ടുള്ളത് 27 സ്ഥലങ്ങളിൽ. നമസ്കാരവും സക്കാത്തും തമ്മിൽ അടിസ്ഥാനപരമായി വിഭജനം പാടില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സക്കാത്ത് നിഷേധികളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. എന്താണ് യുദ്ധത്തിന് കാരണമെന്നറിയാമോ? അവർ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. സക്കാത്ത് കൊടുക്കുകയില്ല എന്നല്ല പറഞ്ഞത്, സക്കാത്ത് ഞങ്ങൾ ഖലീഫക്ക് കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. നബിയുടെ കാലത്ത് ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നു, പക്ഷേ നബി യുടെ വഫാത്തിന് ശേഷം ഞങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ അങ്ങനെ ബാധ്യതയില്ല, ഞങ്ങൾ സ്വന്തം കൊടുത്തുകൊള്ളാം. അവരോട് യുദ്ധം ചെയ്യണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അടക്കമുള്ളവർ സംശയിച്ചു, എന്തിന് യുദ്ധം ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ആളുകളോട് യുദ്ധം പാടില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി ഇതായിരുന്നു: ഒരു ഒട്ടകത്തിൻ്റെ മൂക്കുകയറാണ് പ്രവാചകന്റെ കാലത്ത് ബൈത്തുൽ മാലിൽ അടച്ചിരുന്നതെങ്കിൽ ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറ് നിഷേധിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. കാരണം ഇത് നമസ്കാരത്തെയും സക്കാത്തിനെയും അകറ്റി നിർത്തുന്ന ഏർപ്പാടാണ്. സക്കാത്തിന്റെ സംഘടിത സ്വഭാവം തന്നെ നിലനിൽക്കണമെന്നാണ് അതിൻ്റെ താല്പര്യം. നമസ്കാരം വ്യക്തികൾക്ക് മാത്രം വിട്ടുകൊടുത്തിട്ടില്ല, അതിനൊരു ഇഖാമത്തുസ്സലാത്തുണ്ട്. നമസ്കാരത്തിന് സംഘടിതമായ ഒരു രൂപമുണ്ട്. ഖലീഫയുണ്ടെങ്കിൽ ആ സംവിധാനം കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തം ഖലീഫക്കാണ്. ഖലീഫ ഇല്ലെങ്കിൽ ആ സംവിധാനം നമ്മളെല്ലാം പലതരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സക്കാത്തിന്റെ വ്യവസ്ഥ കൊണ്ടു നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം ഇസ്ലാമിക ഗവൺമെന്റിനാണ്, ഖലീഫക്കാണ്. ഖലീഫ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ നമസ്കാരം കൊണ്ടു നടക്കുന്നത്, അതുപോലെ സംഘടിതമായ രൂപം കൊണ്ടു നടക്കലാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം. നേരത്തെ തന്നെ കേരളത്തിലെ നല്ല ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സക്കാത്ത് സംവിധാനം ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചു മാതൃകകൾ അവിടെയും ഇവിടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ 4 നൂറ്റാണ്ട് മുമ്പ് കേരളാടിസ്ഥാനത്തിൽ ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബൈത്തുസ് സക്കാത്ത് കേരള എന്ന ഒരു സ്ഥാപനം ഉണ്ടായി വരുന്നത്. അതുണ്ടായി വരുന്നതിൻ്റെ പല താല്പര്യങ്ങളുമുണ്ട്. സക്കാത്ത് സംഘടിതമായി ശേഖരിക്കാനും വിതരണം ചെയ്യാനും സാധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾക്കും സക്കാത്തിൻ്റെ ഗുണഫലം കിട്ടണം. അങ്ങനെ സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിൽ അവയെ ഏകീകരിക്കുവാനും അതിന് മാർഗനിർദ്ദേശം നൽകുവാനും കഴിയണം.
മാത്രമല്ല സംഘടിത സക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള മാർഗങ്ങളുണ്ടാകണം. സക്കാത്തിൻ്റെ ശേഖരണത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉജ്ജ്വലമായ മാതൃകയായി, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായി കേരളത്തിൽ ഇത് തല ഉയർത്തി നിലകൊള്ളണം. ഇതായിരുന്നു ബൈത്തുൽ സക്കാത്ത് രൂപീകരിച്ചപ്പോഴുള്ള ഉദ്ദേശം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ഒരളവോളം ബൈത്തുൽ സക്കാത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതങ്ങനെ മുന്നോട്ട് പോകണം എന്നു തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഘടനയുണ്ടല്ലോ, അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് നികത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഘടനയാണ്. പലിശയെ നിഷേധിക്കുന്ന ഘടന, അതുപോലെ സക്കാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടന, സദഖകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടന, ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടന, ഈ ഘടന യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സമ്പദ്ഘടനയുടെ ഭാഗമാണ്. ഈ സമ്പദ്ഘടനയെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് പരിചയപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകണം. പ്രത്യേകിച്ച് നമ്മുടെ നാട് ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷമുള്ള ഒരു നാടായി തീരുകയാണ്. ഞാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളമായി സഞ്ചരിക്കുന്ന ആളാണ്, നിങ്ങൾക്കറിയാമത്. എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു രാജ്യമെന്നാണ്. ഒരു കേരളീയ സമൂഹത്തിൻ്റെ ഫാബ്രിക് യഥാർത്ഥത്തിൽ അതാണ്. സാമുദായികമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു പ്രദേശമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു രീതി. പക്ഷെ പലപ്പോഴും പുറത്തുനിന്ന് കേരളത്തിലേക്ക് ഇങ്ങോട്ട് നോക്കുന്ന സന്ദർഭത്തിൽ കാണാൻ കഴിയുന്നത്, കേരളീയ സമൂഹത്തിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ, സാമൂഹ്യമായിട്ടുള്ള ധ്രുവീകരണം, സാമുദായികമായി ധ്രുവീകരണം വളരെ ആഴത്തിലേക്ക് കടക്കുന്നതായിട്ടാണ്. സമൂഹത്തിൻ്റെ ഉപരി തലത്തിൽ സൗഹാർദ്ദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ആഴത്തിലേക്ക് പോകുമ്പോൾ, ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു സാമൂഹ്യ വിഭജനത്തിൻ്റെതായ, സാമുദായിക പോളറൈസേഷൻ്റെതായ ഒരു രീതി നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ മികച്ചു നിൽക്കുന്ന ഒരാശയം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരാശയമാണ്. മുസ്ലിം വെറുപ്പിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരാശയമാണ്. ഈ ആശയത്തെ പ്രതിരോധിക്കുവാൻ, ഈ സാമൂഹിക ധ്രുവീകരണത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ബാധ്യതയുള്ള സമൂഹം മുസ്ലിം സമൂഹമാണ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? നിങ്ങൾക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുക ഇസ്ലാമിക സംസ്കാരം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിൻ്റെയും ഇസ്ലാമിക സമഭാവനയുടെയും ഇസ്ലാമിക നീതിബോധത്തിൻ്റെയും ഇസ്ലാം ഉൾക്കൊള്ളുന്ന കാരുണ്യത്തിൻ്റെയും എല്ലാ സ്വഭാവങ്ങളെയും വ്യക്തിജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും സാമൂഹ്യ ജീവിതത്തിലേക്കും സ്വാംശീകരിച്ചുകൊണ്ട് ആ സാമൂഹ്യ ഘടനയുടെ പരിച്ഛേദങ്ങളായി, അതിൻ്റെ പ്രകടനാത്മക രൂപങ്ങളായി അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാണെങ്കിലാണ് കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിലധിഷ്ഠിതമായിട്ടുള്ള, മനുഷ്യസ്നേഹത്തിലധിഷ്ഠിതമായിട്ടുള്ള, വൈവിധ്യത്തിലധിഷ്ഠിതമായിട്ടുള്ള, നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ സോഷ്യൽ ഫാബ്രിക്കിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് നമ്മുടെ ചുമതലയായി നമ്മൾ ഏറ്റെടുക്കണം.
സക്കാത്തിൻ്റെ ക്യാമ്പയിനും സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ചയും സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ചുള്ള ചർച്ചയും സക്കാത്ത് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക കാരുണ്യ നീതി സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയുമെല്ലാം തന്നെ കേരളീയ സാഹചര്യത്തിൽ ഇതുകൊണ്ട് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ ഉന്നങ്ങളോടുകൂടി 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ ഇതിൻ്റെ പ്രയോക്താക്കളും പ്രചാരകരും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.